വടക്കിന്റെ വസന്തോത്സവമായ പൂരത്തെ വരവേൽക്കാൻ കാവുകളും കഴകങ്ങളും ഒരുങ്ങി. നിശ്ചയിച്ചുറപ്പിച്ച പണിക്കന്മാരെ ഉപചാരപൂർവ്വം ക്ഷേത്രത്തിലേക്ക് ആനയിക്കുന്നതോടെയാണ് പൂരോത്സവത്തിന്റെ ചടങ്ങുകളും ആരംഭിക്കുന്നത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. ചെമ്പകം പൂക്കുന്ന നാട്, കാമൻ വന്നെത്തുന്ന നാട്, പന്തലിൽ പൂവിട്ട കന്യമാരോടൊത്ത് പൂമാല വാഴുന്ന നാട്. മീനമാസത്തിലെ കാർത്തിക മുതൽ പൂരം നക്ഷത്രം വരെയാണ് പൂരോത്സവം. പൂരം പ്രധാനമായും പെൺകുട്ടികളുടെ ആഘോഷമാണെങ്കിലും പൂരക്കളി ബാല്യക്കാരുടേതാണ്. ക്ഷേത്രത്തിനകത്തും പുറത്തുമായി നടത്തിവരുന്ന പൂരക്കളിയാണ് പൂരോത്സവത്തിന്റെ പ്രധാന ആകർഷണം. പൂരക്കളി നിയന്ത്രിക്കുന്നത് പണിക്കരാണ്. ഓരോ കാവിലും പണിക്കരെ മുൻകൂട്ടി നിശ്ചയിച്ച് ആചാരപ്പെടുത്തിയിട്ടുണ്ടാകും. ക്ഷേത്രം സ്ഥാനികരും ആചാരക്കാരും പണിക്കരെ വീട്ടിലെത്തി ആദരവോടെയാണ് കൂട്ടിക്കൊണ്ടുപോകുക. കുറിഞ്ഞികൾ പൂക്കുന്ന നാട്, പൂമാരുതൻ വാഴും നാട്. പൂരക്കളിയിൽ വിദഗ്ധനും മുഴുവൻ പാട്ടുകളും ഹൃദ്യസ്ഥമാക്കിയ ആളെയുമാണ് പണിക്കരായി നിശ്ചയിക്കുക. പൂരോത്സവ ആരംഭത്തിന് ആഴ്ചകൾക്ക് മുൻപേ തന്നെ പ്രമുഖ ക്ഷേത്രങ്ങളിലെല്ലാം അനുബന്ധ ചടങ്ങുകളും ആരംഭിക്കും. ക്ഷേത്രങ്ങൾക്ക് പുറത്തു നിർമ്മിച്ച പന്തലുകളിൽ നടക്കുന്ന പന്തൽ കളിയാണ് ആദ്യം തുടങ്ങുക. പിന്നീട് കളി ക്ഷേത്രമുറ്റത്തേക്ക് മാറും. പന്തൽ കളി മാറൽ എന്നാണ് അതിന് പേര്. വിവിധ രാഗങ്ങളിലും ചടുലമായ ചുവടുവയ്പ്പുകളോടെ 18 നിറങ്ങളും കണ്ണിനും കാതിനും ഇമ്പം നൽകുന്നവയാണ്. 18 നിറങ്ങൾ കഴിഞ്ഞാൽ വൻകളികൾ എന്നറിയപ്പെടുന്ന ഗണപതിപ്പാട്ട്, രാമായണം, ഇരട്ട, അംഗം തുടങ്ങിയ കളികളുമുണ്ട്. പൂരംകുളിയോടെയാണ് പൂരോത്സവം സമാപിക്കുന്നത്. ചെറുവത്തൂർ.